ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങിന് പോവാണ്. നമ്മൾ കടമക്കുടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കറങ്ങി ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞാണ് പോകുന്നത്. പ്രഗ്നന്റ് ആയതിനു ശേഷം ബൈക്കിൽ പോക്ക് അങ്ങനെ കുറവാണ്. പക്ഷേ കടമക്കുടി പോവാണെങ്കിൽ ബൈക്കിൽ പോയിട്ടേ കാര്യമുള്ളൂ. കാറിലൊന്നും പോയാൽ അത്ര ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചത് എന്റെ തലയിലോട്ടല്ലേ, ഹെൽമെറ്റ് എവിടെ പോയി എന്നായിരിക്കുമല്ലേ ചോദ്യം. ഹെൽമെറ്റ് ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പിൽ നിർത്തേണ്ടി വന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആരോ എന്റെ ഹെൽമെറ്റ് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു പുതുമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ തവണയാണ് എൻ്റെ ഹെൽമെറ്റ് മോഷണം പോകുന്നത്. അതിന് ഷെഫി എന്നെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഹെൽമെറ്റ് എടുത്തിട്ട് സൂക്ഷിക്കണേ എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കയ്യിൽ വെച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടിൽ ഞാനത് വണ്ടിയിൽ തന്നെ തൂക്കിയിട്ടിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഹെൽമെറ്റ് കണ്ടില്ല. എന്താ ചെയ്യുക? ഇപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. എറണാകുളത്ത് ഇത്രയും വലിയൊരു ക്ഷാമം ഉണ്ടെങ്കിൽ അത് ഹെൽമെറ്റിന് മാത്രമായിരിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അത് കാണുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കടമക്കുടിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഹെൽമെറ്റ് പോയ വിഷമം ഇവിടുന്ന് ഫുഡ് കഴിച്ച് തീർക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിരുന്നത്. എന്നാൽ പിന്നെ ഇവിടെ വന്ന് കയറിയപ്പോഴും അവർ പറഞ്ഞത് ഫുഡിന് കുറേ ടൈം എടുക്കുമെന്ന്. അത് കേട്ടപ്പോൾ ഷെഫിക്ക് നല്ല ദേഷ്യം വന്നു. എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ് കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാം. ഈവനിങ് സൺസെറ്റ് നേച്ചറൊക്കെ ആസ്വദിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് വൈബ് അടിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. എന്നാലും എത്ര വൈബ് ഉണ്ടെന്ന് പറഞ്ഞാലും ഫുഡ് ഇല്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആവൂലല്ലോ അല്ലേ. ഞങ്ങളുടെ കാര്യം അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളിവിടെ പോയാലും ഫസ്റ്റ് ഫുഡാണ് നോക്കുന്നത്. ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി. ഫുഡില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ കറങ്ങി നടന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. പിന്നെ നമ്മളൊരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചു, ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അവിടുന്ന് നൈസായിട്ട് ഇറങ്ങി കേട്ടോ. ഒന്നും കഴിക്കാതെ വന്നുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന സമയത്ത് ഒരു തട്ടുകടയിൽ കയറിയിട്ട് കപ്പയും പൊട്ടിയും കഴിച്ചില്ലേ. അപ്പം എനിക്കത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ ഒരു കപ്പയും പൊട്ടിയും തന്നെ ഓർഡർ ചെയ്തു. നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നല്ല ആസ്വദിച്ച് അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. എനിക്കിങ്ങനെയാണ് ഒരു സാധനം ഒരു തവണ കഴിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഷെഫിക്ക് ഇതൊന്നും കഴിക്കാൻ വലിയ താല്പര്യം ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ലൈം ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഏത് സിനിമയെന്നറിയോ? സിനിമയൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ വന്നത് ഇപ്പോഴാണ്. നമ്മൾ എറണാകുളത്തുണ്ടെങ്കിൽ സിനിമയൊക്കെ കാണാൻ അങ്ങനെ പോകത്തുള്ളൂ. ഇപ്പം നമ്മൾ കണ്ട സിനിമ നരിവേട്ടയാണ് കേട്ടോ. നമ്മുടെ ടോവിനോയുടെ അടിപൊളി ഫിലിമാണ്. എന്തായാലും ഇന്ന് അടിപൊളി ദിവസമായിരുന്നു. നല്ലൊരു ഫിലിമും കാണാൻ പറ്റി, പിന്നെ നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി. അപ്പം വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ.